നവകേരള സൃഷ്ടിക്ക് കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും കലകളും സാംസ്കാരിക സ്ഥാപനങ്ങളും വഹിച്ച പങ്ക് അതിവിപുലമാണ്. ഒരു കാലത്ത് ജാതീയമായ അനാചാരങ്ങളും അസമത്വങ്ങളും നിറഞ്ഞ ഭ്രാന്താലയമെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ച മണ്ണിൽ നിന്നും ഇന്നത്തെ പുരോഗമന കേരളത്തിലേക്കുള്ള മാറ്റം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അതിനു പിന്നിൽ വലിയൊരു ചരിത്രപരമായ വികാസ പരിണാമങ്ങളുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കേരളത്തിൽ വീശിയടിച്ച നവോത്ഥാന കൊടുങ്കാറ്റാണ് കേരളത്തിന്റെ അടിത്തറ പാകിയത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വക്കം മൗലവി തുടങ്ങിയ യുഗ പുരുഷന്മാർ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഗുരുദേവ വചനവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങളും കേരളീയ ചിന്താഗതിയെ അടിമുടി മാറ്റിമറിച്ചു. അരുവിപ്പുറം പ്രതിഷ്ഠയും വൈക്കം സത്യാഗ്രഹവുമെല്ലാം ഈ നവോത്ഥാന പാതയിലെ സുപ്രധാന നാഴികക്കല്ലുകളാണ്. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ നവോത്ഥാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു തിളക്കമുള്ള അധ്യായമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങളാണ് ഒരുപക്ഷെ മാറുമറക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി ചാന്നാർ ലഹള മുതൽ തുടങ്ങിയതാണ് അത്. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റം BT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന വിപ്ലവം അന്തർജനങ്ങളുടെയും നവോത്ഥാനത്തിന്റെ ഒരു പാതയായി കാണാം. ഇത് അന്തർജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിലിലൂടെയും മലയാളി സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമായി. ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഉറപ്പാക്കാനും കുടുംബശ്രീ പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപീകരിക്കാനും സാധിച്ചത് ഈ നവോത്ഥാന അടിത്തറ ഉള്ളത് കൊണ്ടാണ്. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പങ്ക് വിസ്മരിക്കാനാകാത്തതാണ്. ഈ നവോത്ഥാന ചിന്തകളെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കലയും സാംസ്കാരിക സ്ഥാപനങ്ങളും വലിയ ആയുധങ്ങളായി മാറി. എഴുത്തുകാർ സാഹിത്യവും നാടകവും അവരിലേക്ക് എത്തിച്ചു. കുമാരനാശാന്റെ കവിതകൾ, KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളും സമൂഹത്തിലെ ജാതീയ വ്യവസ്ഥതയ്ക്കും അസമത്വങ്ങൾക്കുമെതിരെ വിപ്ലവം സൃഷ്ടിച്ചു. കേരള കലാമണ്ഡലത്തിന്റെ ആരംഭം ബഹുമാന്യനായ വള്ളത്തോൾ സ്ഥാപിച്ച ഈ ഒരു സ്ഥാപനം കേരളീയ പരമ്പരാഗത കലകളെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പുരോഗമനപരമായ ആശയങ്ങൾ കലയിലൂടെ സംവേദനം ചെയ്യാനും ഇത് സഹായിച്ചു. വായനാശാല പ്രസ്ഥാനത്തിലൂടെ PN പണിക്കരുടെ നേതൃത്വത്തിൽ വളർന്ന ഗ്രന്ഥശാലകൾ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ അറിവിന്റെ മഹാവെളിച്ചം പകർന്നുകൊണ്ട് സാധാരണക്കാരെയും സ്ത്രീകളെയും അറിവിന്റെയും വായനയുടെയും ചിന്തയുടെയും ബൗദ്ധികമായ വ്യവഹാരങ്ങളുടെയുമെല്ലാം കരുത്തുറ്റ പ്രതീകങ്ങളാക്കി മാറ്റി. സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന് വിളിക്കുന്ന പല ഘട്ടങ്ങളും കേരളീയ നവോത്ഥാനത്തിൽ വിപുലമായ പങ്ക് വഹിച്ചു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഉയർന്ന സാക്ഷരതയും ആരോഗ്യ പരിപാലനവും സ്ത്രീ പുരുഷ സമത്വ ചിന്തകളും അന്ന് നടന്ന പോരാട്ടങ്ങളുടെ ഫലമാണ്. ഇന്ന് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾ, കൊച്ചി ബിനാല പോലുള്ള സാംസ്കാരിക വേദികൾ നമ്മുടെ ചിന്തകളെ ആഗോള തലത്തിലേക്ക് ഉയർത്തുകയും ആഗോളതലത്തിൽ കേരളം ഒരു ശ്രദ്ധാ കേന്ദ്രമാകുകയും ചെയ്തു. ചുരുക്കത്തിൽ നവോത്ഥാന നായകരുടെ പോരാട്ട വീര്യവും അതിലേറെ സ്ത്രീകൾ കൈവരിച്ച മുന്നേറ്റവും അതിന് കരുത്തു പകർന്ന കലകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമാണ് ഇന്നത്തെ നവകേരളത്തെ രൂപപ്പെടുത്തിയതെന്ന് യാതൊരു തർക്കവുമില്ലാതെ പറയാൻ കഴിയും.